വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സാർ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടാണ്. ഇവയാണ് ആ ചോദ്യങ്ങൾ. ആരാണ് ആ ചോദ്യം ചോദിക്കുന്നത് എന്നാണെങ്കിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് ചോദിക്കുകയാണ്. ഇന്ത്യൻ നീക്കം പാകിസ്ഥാനെ അറിയിച്ചത് കുറ്റകരമാണെന്നും ആരാണ് ഇതിന് അനുമതി നൽകിയത് എന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ആ ചോദ്യങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? ചോദ്യങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഗൗരവമുള്ളതാണ്? എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? കെ.സി. ഉണ്ണികൃഷ്ണൻ. സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യങ്ങൾ. രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു കാര്യം. ഇതിന് പശ്ചാത്തലമായി തന്നെ ഒരു വീഡിയോയും രാഹുൽ ഗാന്ധി പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമായിരുന്നു നീക്കമെന്ന് തുടക്കത്തിൽ പാകിസ്ഥാൻ അറിയിച്ചെന്ന വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു നീക്കം, പാകിസ്ഥാനെ ഇന്ത്യൻ നീക്കം അറിയിച്ചത് കുറ്റകരമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് എങ്ങനെയാണ് അതിലേക്ക് അതുകൊണ്ട് ആര് പറഞ്ഞിട്ടാണ് അങ്ങനെ ചോദിച്ചതെന്നൊരു കാര്യം തന്നെ രാഹുൽ ഗാന്ധി എടുത്തു ചോദിക്കുന്നു. കൂടാതെ എത്ര യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ നഷ്ടമായി എന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. പക്ഷേ ഇതിന് അടിസ്ഥാനമായി പറയേണ്ട കാര്യം, ഇത്തരത്തിലൊരു വീഡിയോ ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ ഇല്ല എന്നുള്ള കാര്യമാണ് ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അത് PIB പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ അറിയിച്ചിരുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞതായി എങ്ങുമില്ല എന്നൊരു കാര്യമാണ് PIB വ്യക്തമാക്കുന്നത്. അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടി ഇതിന് അടിസ്ഥാനമായി തന്നെ വരുന്നുണ്ടെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും തെറ്റായി ഉദ്ധരിച്ചു എന്നൊരു കാര്യമാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് PIBയും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ചോദ്യം വന്നൊരു സാഹചര്യം കൂടി നോക്കണം. നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നേരത്തെ പറയുന്നൊരു കാര്യമുണ്ട്, സർവകക്ഷി യോഗം വിളിക്കണം, അതോടൊപ്പം തന്നെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സംശയങ്ങളുണ്ട്, അക്കാര്യങ്ങൾ പറയണം. കൂടാതെ ഈ വെടിനിർത്തൽ കരാർ അമേരിക്ക ഇടപെട്ടു വന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം, ഇതിലെല്ലാം തന്നെ ചോദ്യങ്ങളുണ്ട് എന്നൊരു കാര്യമാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. ഇക്കാര്യമെല്ലാം തന്നെ വ്യക്തമാക്കണം എന്നൊരു ആവശ്യം നിരന്തരമായി മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വിദേശകാര്യമന്ത്രിയോട് ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഇതിന് പശ്ചാത്തലമായി ഉപയോഗിച്ചൊരു വീഡിയോ, എസ് ജയശങ്കർ പറയുന്നൊരു വീഡിയോ, അത് ഫേക്കാണ് എന്നൊരു സ്ഥിരീകരണമാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമായിരുന്നു നീക്കുമെന്ന് തുടക്കത്തിൽ പാകിസ്ഥാനെ അറിയിച്ചതെന്ന് എങ്ങനെയാണ് അറിയിച്ചത്, അല്ലെങ്കിൽ അത് അറിയിക്കാൻ ആരാണ് അനുമതി നൽകിയത് എന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ എത്ര യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടമായി എന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. കെ.സി. ഉണ്ണികൃഷ്ണൻ, ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ എക്സിൽ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനാസ്പദമെന്ന് പറയപ്പെടുന്ന ഒരു ദൃശ്യം പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. ആ ദൃശ്യത്തിൻ്റെ ആധികാരികത സംബന്ധിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംശയം പ്രകടിപ്പിക്കുകയും അത് തെറ്റാണ് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആ വീഡിയോ നമ്മൾക്ക് ഇതോടൊപ്പം പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട് ചോദ്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും. അതായത് ഇൻഫോമിംഗ് പാകിസ്ഥാൻ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് അവർ അറ്റാക്ക് വാസ് എ ക്രൈം. അതായത് നമ്മളുടെ പ്രത്യാക്രമണത്തിൻ്റെ തുടക്കം, ആരംഭ സമയം പാകിസ്ഥാനെ അറിയിച്ചു എന്നുള്ളത് അത് തന്നെ ഒരു കുറ്റമാണ്. അത് അറിയിക്കാൻ പാടില്ലായിരുന്നു. ഇൻഫോമിംഗ് പാകിസ്ഥാൻ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് അവർ അറ്റാക്ക് വാസ് എ ക്രൈം. അത് സൂചിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഒരു രണ്ട് കാര്യം ചോദിക്കുന്നത്. ഒപ്പം തന്നെ EAM, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഹാസ് പബ്ലിക്ലി അഡ്മിറ്റഡ് ദാറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിഡ് ഇറ്റ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു കാര്യം, പാകിസ്ഥാനെ അവരെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അറിയിപ്പ് നൽകുന്നത് അതൊരു ക്രൈമാണ് എന്നുള്ള നിലയ്ക്കാണ് ഒന്നാമത്തെ കാര്യം. രണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, ഹൂ ഓതറൈസ്ഡ് ഇറ്റ്, ആരാണ് അതിന് അധികാരം നൽകിയത്, അതിനെ അധികാരപ്പെടുത്തി അത് പറയുന്നതിന് വേണ്ടി ആരാണ് അധികാരം നൽകിയത്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ സേനയ്ക്ക്, നമ്മുടെ സൈന്യത്തിന് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ. അതിനാസ്പദമാക്കി നൽകിയിരിക്കുന്ന ആ വീഡിയോയുടെ ആധികാരികത വാസ്തവമല്ല, അത് വ്യാജമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും, ആ വീഡിയോ ഇല്ലെങ്കിലും ആ ചോദ്യങ്ങൾ
അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് പറയേണ്ടതുണ്ടോ? MS തീർച്ചയായും ചോദ്യങ്ങൾ നിലനിൽക്കുമെന്നത് തന്നെയാണ്. എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നൊരു കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ചോദിക്കുന്നൊരു കാര്യം തന്നെയുണ്ട്. അതിനായിട്ട് അവർ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഒരു സർവകക്ഷി യോഗം വിളിക്കണം, അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനം വിളിക്കണം. ഇന്നും ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം ഇക്കാര്യം ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ 2 ചോദ്യങ്ങളുമായി രംഗത്ത് വന്നതെന്നതും ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ്. എന്തായാലും എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് S ജയശങ്കറുമായി ബന്ധപ്പെട്ട കാര്യം, അതൊരു കുറ്റകരമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ആരാണ് അധികാരം നൽകിയത് എന്നൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും പ്രസക്തമാണെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ നിരന്തരമായി അവർ ആവശ്യപ്പെടുന്നു, ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുന്നു, അതിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നത് എന്നതാണ് MS പറയാനുള്ളത്. ഇതിൽ വിദേശകാര്യമന്ത്രിയുടെ ആ വീഡിയോ രാഹുൽ ഗാന്ധി അതോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ വ്യാജമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം KC ഉണ്ണികൃഷ്ണനിലേക്ക് വരാം. അത് വീഡിയോ ആയിട്ടല്ല, അതൊരു ദൃശ്യമായിട്ടാണോ ഇതിൽ നൽകിയിരിക്കുന്നത്? എക്സിൽ അത് പ്ലേ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നു. നമ്മുടെ മുന്നിലുള്ളത് ഒരു ഇമേജാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വീഡിയോ വാസ്തവത്തിലുണ്ട്. ആ വീഡിയോയിൽ കാണിക്കുന്നത് വിദേശകാര്യമന്ത്രിയെ തന്നെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകൾ വ്യാജമാണ് എന്നാണോ PIB സൂചിപ്പിക്കുന്നത്? ഈ വീഡിയോയുടെ ഒരു ആധികാരികത സംബന്ധിച്ചാണ് PIB വ്യക്തമാക്കുന്നൊരു കാര്യം. എന്തായാലും PIB പറയുന്നത് അദ്ദേഹം തെറ്റായ കാര്യമാണ്, അല്ലെങ്കിൽ തെറ്റായ പ്രതികരണമാണ് ഉദ്ധരിച്ചതെന്നാണ് പറയുന്നത്. അത്തരം പ്രസ്താവന മന്ത്രി നടത്തിയിട്ടില്ല എന്നതാണ് PIB പറയുന്നൊരു കാര്യം. PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയെന്നുള്ളത് PIB അത് നിഷേധിച്ചിരിക്കുകയാണ്. അതിൽ രാഹുൽ ഗാന്ധി തെറ്റായൊരു പ്രതികരണം എന്ന രീതിയിലാണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത് എന്നതാണ് PIB വ്യക്തമാക്കുന്നത്. വിദേശകാര്യമന്ത്രിയുടെ ദൃശ്യമാണ്, വിദേശകാര്യമന്ത്രിയുടെ ശബ്ദമാണ്, അതൊന്നും വ്യാജമല്ല. പക്ഷേ വിദേശകാര്യമന്ത്രി പറഞ്ഞതിനെ രാഹുൽ ഗാന്ധി തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ളതിലേക്കാണ് PIB സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ല എന്നതാണ് PIB പറയുന്നത്. തെറ്റായി ഉദ്ധരിക്കുകയായിരുന്നു എന്നതാണ്, അത് തെറ്റായി ഉപയോഗിക്കുകയായിരുന്നു എന്നായിരിക്കും. ആ രീതിയിലാണ് ഒരു പ്രതികരണം PIBയുടേതായി വന്നിട്ടുള്ളത്. എന്തായാലും S ജയശങ്കർ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതാണ് PIB വ്യക്തമാക്കുന്നൊരു കാര്യം. ആ രീതിയിൽ രാഹുൽ ഗാന്ധി അതിനെ ഉദ്ധരിക്കുകയായിരുന്നു എന്നതാണ് PIB വ്യക്തമാക്കുന്നത്. MS അതായത് പാകിസ്ഥാനെ നാം നമ്മുടെ പ്രത്യാക്രമണത്തിന് മുൻപ് 2 മണിക്കൂർ മുമ്പേ അത് പറയുന്നത്, ആ കാര്യം അറിയിക്കുന്നത് ഒരു ക്രൈമാണ്, ഒരു കുറ്റകൃത്യമാണ്. വിദേശകാര്യമന്ത്രി അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം പബ്ലിക്കായിട്ട് അഡ്മിറ്റ് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് PIBയുടെ വിശദീകരണം വരുന്നു. എങ്കിൽ പോലും ഇതിന് ആരാണ് അധികാരം നൽകിയത്? ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾക്ക് എത്ര വിമാനങ്ങൾ എയർഫോഴ്സ് ലോസ് ഉണ്ടായി എന്നുള്ള രീതിയിൽ, അത് എയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള വ്യക്തികൾ, പൈലറ്റ് അടക്കമുള്ളവർ, അതേപോലെ തന്നെ എയർഫോഴ്സ് നഷ്ടമുണ്ടായി എന്നുള്ള ചോദ്യം വരുന്നു. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അതിന് വരികയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഒന്നാമത്തെ കമൻ്റായിട്ട് വരുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ ക്രൈം ബിക്കോസ് വി ആർ നോട്ട് അറ്റാക്കിങ് അനദർ കൺട്രി. നമ്മൾ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയായിരുന്നില്ല, അതുകൊണ്ട് അതൊരു കുറ്റകൃത്യമല്ല. ബട്ട് ടേക്കിംഗ് ഔട്ട് സം ടെററിസ്റ്റ് ബേസസ്, ചില ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ അതിൻ്റെ മടയിൽ ചെന്ന് തുരത്തുകയായിരുന്നു, ആക്രമിക്കുകയായിരുന്നു. അതൊരു മറ്റൊരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണമല്ലാത്തതുകൊണ്ട് അതൊരു കുറ്റകൃത്യമാവുന്നില്ല. ദിസ് അറ്റാക്ക് വാസ് കണ്ടക്റ്റഡ് പ്രൈമർലി ത്രൂ മിസൈൽസ്, ദെർഫോർ ദ ക്വസ്റ്റൻ ഓഫ് ലോസിംഗ് എയർക്രാഫ്റ്റ് ഡസ് നോട്ട് അറൈസ്. മിസൈലുകൾ മാത്രം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രത്യാക്രമണം ആയതുകൊണ്ട് എയർഫോഴ്സ് ലോസിനെ കുറിച്ചുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയില്ല എന്നുള്ള രീതിയിലുള്ള നിരവധി കമൻറ്റുകൾ ഇതിന് വരികയും ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി S ജയശങ്കറിനോട് 2 ചോദ്യങ്ങൾ
ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നു. ഇന്ത്യൻ നീക്കം പാകിസ്ഥാനെ മുന്നേ അറിയിച്ചത് കുറ്റകരമാണ്. ആരാണ് അതിന് അനുമതി നൽകിയത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.